നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ സേന ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ സേന അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പിന്മാറി. 10 ദിവസത്തോളം നീണ്ട ആക്രമണം. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പിന്മാറ്റം ഇസ്രായേൽ സേന നടത്തിയിരിക്കുന്നത്. ജനിൻ, തുൽക്കറം, അൽ ഫറ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നാണ് സൈന്യം ഒഴിഞ്ഞുപോയത്. 39 ഫലസ്തീനികൾ ഇവിടെ കൊല്ലപ്പെട്ടു. 140 പേർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രിയാണ് അധിനിവേശ സേനയുടെ പിന്മാറ്റം തുടങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെയോടെ സൈന്യം പൂർണ്ണമായും മാറി. ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് സൈനിക പിന്മാറ്റം സംബന്ധിച്ച് ഇസ്രായേൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് താൽക്കാലികമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഏറ്റവും രൂക്ഷമായ വെടിവയ്പ് നടന്നത് ജനീനിലാണ്. 21 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 30-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു. ഇസ്രായേലിന്റെ ആരോപണം ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ആക്രമണം നടത്തുന്നുവെന്നായിരുന്നു. ജനിൻ പട്ടണത്തിലെ റോഡുകൾ സേന നശിപ്പിച്ചു. നിരവധി വീടുകൾക്ക് തീവെച്ചു. കടകൾ തകർത്തു. കുടിവെള്ള വിതരണവും വൈദ്യുതിയും വിച്ഛേദിച്ചു. ദിവസങ്ങളോളം ഫലസ്തീനികളെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. ആക്രമണം നടന്ന അഭയാർത്ഥി ക്യാമ്പിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് രക്ഷാപ്രവർത്തകരെ വിലക്കുന്ന സാഹചര്യമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസുകൾ വഴിയിൽ തടഞ്ഞു. ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 2002 ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും കനത്ത ആക്രമണമായിരുന്നു ഇത്. അതേസമയം കഴിഞ്ഞ ദിവസം ഹമാസ് തടവിൽ നിന്ന് മോചിതയായ ഇസ്രായേലി വനിത ലിയാദ് അറ്റ്സ്ലി ഒരു പ്രതികരണം നടത്തി. അതെന്താണെന്ന് നോക്കാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം ചെയ്യുന്നത് സ്വന്തം ജനതയ്ക്കെതിരെയാണ് എന്നാണ് ഇവർ പറഞ്ഞത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗ് തയ്യാറാകണമെന്നും ലിയാദ് അറ്റ്സ്ലി ആരോപിച്ചു. ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം യാഥാർത്ഥ്യമാകാത്തതിന്റെ കാരണം നെതന്യാഹുവിന്റെ കടും പിടുത്തവും വാശിയുമാണ് എന്നാണ് ഇവർ പറയുന്നത്. ഹമാസിനോടും ഹിസ്ബുല്ലയോടും തോറ്റ നെതന്യാഹു ഇപ്പോൾ ഇസ്രായേലി ജനതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നും അറ്റ്സ്ലി കുറ്റപ്പെടുത്തി. ബന്ദികളെ കൈമാറുന്നത് ഹമാസുമായി കരാറുണ്ടാക്കാൻ തയ്യാറാകാത്ത നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് എന്നും അവർ വിമർശിക്കുകയുണ്ടായി. ബന്ദികളുടെ കാര്യത്തിൽ നെതന്യാഹു സ്വന്തം പദവിയോട് വഞ്ചന ചെയ്യുകയാണ്. ഇസാഖ് ഹെർസോഗ് രാജ്യത്തോട് ഇത് തുറന്നു പറയാൻ തയ്യാറാകണം. ബന്ദികളെ തിരിച്ചെത്തിക്കുന്ന കരാറിൽ എത്രയും വേഗം ഒപ്പുവയ്ക്കണമെന്നും മുൻ പ്രസിഡന്റ് ഷിമോൺ പെരസിന്റെ സ്മൃതിദിന പരിപാടിയിൽ സംസാരിക്കവേ അറ്റ്സ്ലി വ്യക്തമാക്കി. നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ വിശ്വാസവഞ്ചനയുടെയും കയ്യൊഴിയലിന്റെയും സഖ്യകക്ഷിയാണ് അധികാരത്തിൽ ഇരിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുകയുണ്ടായി. ഹമാസിനെതിരെയും ഹിസ്ബുല്ലയ്ക്കെതിരെയും പരാജയം നേരിട്ട നെതന്യാഹു ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ ജനതയ്ക്കെതിരെയാണ് നിൽക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിൽ ഒപ്പുവയ്ക്കണമെന്നാവശ്യപ്പെടുന്ന നമ്മളെ ഭീഷണി എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തുന്നത് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് ആവശ്യമായ രാഷ്ട്രീയ വിഷമാണ് എന്നും അവർ കുറ്റപ്പെടുത്തി. ഗാസയിൽ അവശേഷിക്കുന്ന 101 ബന്ദികളെ തിരിച്ചെത്തിക്കാൻ ആവശ്യമായ ഒരേ ഒരു കാര്യം കരാറിൽ ഏർപ്പെടുക എന്നത് മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നെതന്യാഹു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും രാജ്യമില്ലാത്ത ജനതയും നേതാവില്ലാത്ത പൗരന്മാരുമായി ഇസ്രായേൽ മാറിയിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തുകയുണ്ടായി. രാജ്യത്തെ മുഴുവനായും അകത്തുനിന്നുള്ള അട്ടിമറിക്കാർ തട്ടിയെടുത്തിരിക്കുന്നു എന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.